എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു നവാബി ചിക്കൻ കറി ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. നോമ്പെല്ലാം കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാവരും നല്ലപോലെ ട്രൈ ചെയ്യണം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിനുവേണ്ടി ഞാനൊരു 3 ഒനിയൻ തിന്നായിട്ട് നല്ലപോലെ സ്ലൈസ് ചെയ്യണം. നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ നല്ലപോലെ തിന്നിൽ സ്ലൈസ് ചെയ്യണം. അതിനുശേഷം വേറൊരു പാൻ എടുത്ത് നല്ലപോലെ ചൂടാക്കുക. ഞാനൊരു കുക്കർ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നല്ലൊരു പാൻ എടുത്തിട്ട് ഒരു 300 ml ഗീ അതിനകത്ത് ഒഴിക്കുക. എന്നിട്ട് മെൽറ്റ് ചെയ്യുക, നല്ലപോലെ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഇതിനകത്ത് നല്ലപോലെ സ്ലോ ഫയറിൽ നല്ലപോലെ വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ കളറാകുന്നവരെ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കാം. വറുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ഈ ഒനിയൻ നമ്മൾ മാറ്റുക. നല്ലപോലെ സ്ട്രെയിൻ ചെയ്ത് മാറ്റുക. ഇതിനകത്ത് ഓയിൽ ഗീ എത്ര കുറയാൻ പറ്റുമോ അത്രയും കുറഞ്ഞ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഇത് നമ്മൾ ബേസിക്കലി പേസ്റ്റ് അടിക്കാനുള്ളതാണ്. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതിനകത്ത് 2 ബ്ലാക്ക് കാർഡമം, കുറച്ച് ഒരു 1/2 ബേ ലീഫ്, ഒരു 6 കാർഡമം, 1/2 സിനമൺ സ്റ്റിക്ക്, 8 ക്ലോവ്സ്, 1/2 ടേബിൾ സ്പൂൺ ഫെനൽ, 1/2 ടേബിൾ സ്പൂൺ ഷായി ജീര, 15 റോസ്റ്റഡ് കാഷ്യൂനട്ട്, 15 ബദാം. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് അടിക്കണം. എന്നിട്ട് നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിൽ ഗീയിൽ ഒന്നും കൂടി ചൂടാക്കിയതിന് ശേഷം 2 ഗ്രാം ഹോൾ ഗരം മസാല, ഫെനലും ജീരകവും എല്ലാം കൂടിയിട്ടുള്ള ഹോൾ ഗരം മസാല ഇടുക. നല്ലപോലെ ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മൾ 5 ഗ്രീൻ ചില്ലി സ്പ്ലിറ്റ് ചെയ്ത് ഇടുക. നല്ലപോലെ വഴറ്റുക. ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനകത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ഒരു 2 കിലോ ചിക്കൻ, സ്കിൻലെസ് ചിക്കൻ 2 കിലോ. ഞാൻ ആക്ച്വലി 1 കിലോ ചിക്കൻ ലെഗും 1 കിലോ ചിക്കൻ ലെഗ് ബോൺലെസ്സാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് ക്യുമിൻ പൗഡർ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ സ്ലോയിൽ നല്ലപോലെ വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നല്ല അടിപൊളി മണം വരും. കുറച്ച് വെള്ളവും വരും ചിക്കൻ്റെ. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് നിങ്ങളിടുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ഒരു 100 ml യോഗട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം സ്ലോ ഫയറിൽ നല്ലപോലെ ഇത് കുക്ക് ചെയ്യുക. നല്ലപോലെ കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ തിളച്ച് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് നല്ല ഫ്ലേവർ വരും. നല്ല ജിഞ്ചർ ഗാർലിക്കിൻ്റെയും ഗരം മസാല നല്ല ഫ്ലേവർ വരും. അതുപോലത്തെ ഇതിൻ്റെ മുകളിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓയിൽ മുകളിൽ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. കുറച്ച് നേരം വേവിച്ചതിന് ശേഷം അതിനുശേഷം നമ്മൾ ഈ പേസ്റ്റ് ചെയ്തിട്ടുള്ള ഒനിയൻ്റെയും കാഷ്നട്ടിൻ്റെയും ഇതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള പേസ്റ്റ് അടിച്ചുള്ള ആ പേസ്റ്റ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണുന്ന പോലെ ഇത് ഷായ് ഫുഡാണ്. അത് കാരണം ഇതിൻ്റെ മുകളിൽ കറക്റ്റ് നല്ലപോലെ ഓയിൽ ഇങ്ങനെ ഗീ ഇങ്ങനെ നല്ല തെളിഞ്ഞ് വരും. അതിനുശേഷം ഒരു 100 ml ക്രീം, കുക്കിംഗ് ക്രീം 100 ml ഇതിൻ്റെ മുകളിലൂടെ ഇടുക. എന്നിട്ട് സ്ലോ ഫയറിൽ നല്ലപോലെ പിന്നെ ഒരു 20-25 മിനിറ്റ് നേരം സ്ലോ ഫയറിൽ നല്ലപോലെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നല്ലപോലെ കുക്കായി ചിക്കൻ ലെഗെല്ലാം അതിൻ്റെ ബോണിന്ന് വിട്ട് വരുമെന്നുള്ള പാകത്തിലാകുന്ന സമയത്ത് ഒരു 2 ഗ്രാം ഫ്രഷ് കൊറിയാണ്ടർ ലീഫ് നല്ലപോലെ ഫൈൻ ചോപ്പ് ചെയ്ത് മുകളിലൂടെ ഇടുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഗീ എടുക്കുക. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ട് അത് നല്ലപോലെ ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതായത് ഒരു പൊടിക്ക് നമ്മളെന്താ പറയുക, ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണുന്ന പോലെ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന സമയത്ത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് നല്ല ഗീ ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിലൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി കളറായിരിക്കും, നല്ല ഫ്ലേവറായിരിക്കും. നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. വീട്ടിലെല്ലാം സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. സിമ്പിൾ റെസിപ്പിയാണ്. താങ്ക് യു വെരി മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് ഫോളോ മൈ ചാനൽ, പ്ലീസ് ഫോളോ മൈ റെസിപ്പി. താങ്ക് യു വെരി മച്ച്. ഇറ്റ് ഈസ് വെരി ഗുഡ്, വെരി നൈസ്.